ഇറ്റ്സ് മീ ആഷിൻ. ഇപ്പൊ നമ്മൾ ഊട്ടിയിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോ ഇന്നലെ നമ്മളൊരു ഹിഡൻ സ്പോട്ട് കവർ ചെയ്തു. അപ്പൊ അത് എപ്പിസോഡ് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി 3rd എപ്പിസോഡ് വരുന്നത് അതും ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഞാനുണ്ട്, ഡോലുമുണ്ട്, അശ്വിനുണ്ട്. ഇപ്പൊ നമ്മള് ഊട്ടിന്ന് മഞ്ചൂർ റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. കിന്നക്കോയിലേക്കാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വിഷ്വൽസ് ഒക്കെ ബാക്കി കാണാം. നമ്മളിപ്പോൾ കോടലാട്ടി എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുന്ദ ഡാം എന്ന് പറഞ്ഞ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിന്നക്കോയിലേക്ക് വഴി കറക്റ്റ് കിട്ടും. പിന്നെ കുന്ദ ഡാം എന്നാണ് കിന്നക്കോയിലേക്ക് മാപ്പ് ഇട്ടാൽ കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം റേഞ്ചൊക്കെ കുറവാണ്. ഇതാണ് റോഡ് നമുക്ക്. എന്നാലും നീ മറഞ്ഞല്ലോ, എൻ കണ്ണീരിൽ പിറന്നല്ലോ, എങ്ങെല്ലാമേൻ തിരഞ്ഞല്ലോ, നീ എങ്ങോ പോയെന്താവോ ഓരോരോ പെണ്ണിലാവത്ത്, ഏതേതോ പൊൻകിനാവത്ത്, എൻ നെഞ്ച തൊന്നണഞ്ഞാൽ മൺചിരാതാ നീ തെളിഞ്ഞാലോ, എന്താവോ 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 എന്താവോ, എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം, കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞു എന്നാവോ, എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം, കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞോ എന്താവോ. ഇപ്പൊ നമ്മള് മഞ്ചൂർ റോഡ് കയറി ഇപ്പൊ രാമയ്യ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കുന്ദ ഡാമിന്റെ ഓപ്പോസിറ്റ് ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഈ ഹെയർപിന് കയറി കുന്ദ ഡാമിന്റെ വഴി കയറിപ്പോട്ട് നമുക്ക് കിന്നക്കോയിലേക്ക് പോകാൻ. അപ്പോൾ ലാസ്റ്റ് 3 months മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഡാമിൻ്റെ അടമ്പ് എൻ്റെ ഫോണും ക്യാമറയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വ്ളോഗൊക്കെ ഇറങ്ങാൻ ലാഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇനി കിന്നക്കോയിലേക്ക് റൂട്ട് കയറി അഡ്വഞ്ചർ റൂട്ടാണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ സ്പീഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, വണ്ടികളൊക്കെ കുറവാണ്, പക്ഷേ ഹെയർ പിൻസ് കൂടുതലാണ്. അപ്പോൾ വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ ബ്യൂട്ടിയുടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ കാണാൻ വേണ്ടി അതുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുൾ ഓഫ് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ. കാണാമാനന്ദമാടും വരെ, നേരാട്ടം നേടും വരെ, എന്നാലാവും തന്നാലാവും വരമാകുമോ, അപ്പം നമ്മൾ ഹെയർ പിന്നെ കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് കുന്ദ ഡാമിൻ്റെ വാട്ടർ റിസർവോയർ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഡാമാണ് നമ്മൾ അങ്ങ് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ നമുക്കിനി മഞ്ചൂർ ടൗണിലേക്ക് പോകാനുണ്ട്. അവിടെ ലാസ്റ്റ് പമ്പുള്ളൂ, അവിടെ നിന്ന് റീഫിൽ ചെയ്തിട്ട് നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഗൗതമും അശ്വിനും കൂടി വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യിക്കുവാണ് നമ്മൾ. എന്നിട്ട് പോവാം നമുക്ക്. എന്താ അശ്വിനും ഗൗതം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെലിക്കല്ലേ, അവരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പോവാം. എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം, കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞു എന്നാവോ, എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം, കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞോ എന്താവോ. നമ്മൾ മഞ്ചൂർ ടൗൺ എത്തിയിട്ടുണ്ട്. മഞ്ചൂർ ടൗണിന് റൈറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അശ്വിനും ബോധം എത്തിയിട്ടല്ലോ, വെയിറ്റ് ചെയ്യുമ്പോൾ. മഞ്ചൂർ ടൗണ് ഇന്ന് റൈറ്റ് എടുക്കാനുണ്ട്. അപ്പം നമ്മൾ മഞ്ചൂർ ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ട് കിടക്കുന്നൊക്കെ റോഡിലൂടെ.
ഇവിടെ നമുക്കൊരു പമ്പ് ഉണ്ട്, ലാസ്റ്റ് പമ്പാണ് മഞ്ചൂരിൽ. ഇവിടെ കയറി നമുക്ക് എണ്ണ റീഫിൽ ചെയ്യണം. ഇതാണ് മഞ്ചൂർ ലാസ്റ്റ് പമ്പ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ എണ്ണ ഫ്യൂൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പെടും. കാരണം കിന്നക്കുറെ അങ്ങോട്ടേക്ക് വേറെ പമ്പില്ല. നമ്മളെ പമ്പിൽ നിന്ന് ഇപ്പോൾ എണ്ണ അടിച്ചിട്ട് ഇപ്പോൾ കിന്നക്കുറയോട് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് കിന്നക്കുറയ്ക്ക് എത്ര അപ്രോക്സിമേറ്റ് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. കിന്നക്കുറ റോഡ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ബെൻഡിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. അടിപൊളി, പക്ഷെ അടിപൊളി വാട്ടർഫോള്, ഒരു രക്ഷയില്ല. ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഇത്ര വെള്ളമില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല വെള്ളമുണ്ട്, അടിപൊളിയായിട്ട് കാണാൻ. കാരണം തെറ്റിനെ സ്പോട്ട് ചെയ്യാത്തിയാണ്. കാരണം ഊട്ടി വാട്ടർഫോൾസ് കുറവാണ്. ഇത് ഒരു രക്ഷയില്ല, അടിപൊളിയല്ലേ. നോക്കി എന്ത് രസമാണ്. നോക്കി ഈ റോഡൊക്കെ ബെൻഡ് ചെയ്യുമ്പോൾ വാട്ടർഫോളിലൊക്കെ വ്യൂ, ഇതൊക്കെ നാഷണൽ ബ്യൂട്ടി എന്ന് പറയാം. അടിപൊളി തണുപ്പാ. ട്രൈ നോക്ക്, നല്ല തണുപ്പുണ്ട്. ഐസ് കോൾഡ് ഫ്രഷ് വാട്ടർ. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് വാട്ടർഫോള്. നല്ല തണുപ്പ് വെള്ളം. പിന്നെ നെക്സ്റ്റിന് താഴെ ടീഷോള ഫാക്ടറി ഉണ്ട്. അവിടെ ഒരു ജോസഫ് ഏട്ടൻ പുള്ളിയുണ്ട്. പുള്ളി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഫാക്ടറി ഉണ്ട്, ടീഷോള ഫാക്ടറി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പുള്ളീൻ്റെ ഫാദറിനെ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളീൻ്റെ കടയിൽ നമുക്ക് ഒരു ചായ കുടിക്കാം. ഒരു ടീഷോള ഫാക്ടറി ഉണ്ടാക്കുന്ന ആ സെയിം ടൈം വെച്ചിട്ട് ചായ കുടിക്കാം നമുക്ക്. കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞു എന്നാവോ. എൻ പാട്ടിൽ നിന്നിഴൽ തേരോട്ടം മാട്ടം കൺകനൽ തിരനോട്ടം ചൂടും ഞാനറിഞ്ഞോ എന്താവോ. ഇതാണ് തായ്ശോള എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണ്. ഇനി ഇവിടുന്ന് മേലേക്ക് പോകുമ്പോഴാണ് തായ്ശോള ഫാക്ടറി, ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് വന്ന വലിയ ടീ ഫാക്ടറി. അവിടുന്ന് കുറച്ചുകൂടി മേലേക്ക് വരുമ്പോൾ കിന്നക്കുറ റോഡ് വരുന്നത്. ഇതാണ് ജോസഫ് ഏട്ടൻ്റെ തായ്ശോള ക്യാൻറ്റീൻ എന്ന ക്യാൻറ്റീൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അതാണ് ഈ ക്യാൻറ്റീൻ. ചായ എടുക്കാൻ ജോസഫ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വിഷ്വൽസ് കാണിച്ചത് ബാക്കി. കണ്ണേറോ കാവേറോ കണ്ടറിഞ്ഞ കാലം മുതൽ അപ്പച്ചൻ ഉള്ളപ്പോ വന്നാണ്. ബ്രിട്ടീഷുകാരുള്ളപ്പോ സാപ്പാടാക്കാൻ വേണ്ടി അപ്പച്ചനെ വിളിച്ചു വന്നതാണ്. 80-85 വർഷമായി. കിട്ടുന്ന മുന്നേ
അത് കിട്ടുന്ന മുമ്പ്. കൽപ്പണിക്ക് വേണ്ടി അങ്ങനെ വന്നതാണ്. വന്ന ശേഷം പിന്നെ ചാപ്പാട്ടിന്റെ പണി ഇതൊക്കെ ചെയ്ത് ബേക്കറി ഹോട്ടലായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് അപ്പച്ച വന്ന് കണക്ക് നോക്കുന്നത് ഒരു 85. സ്ഥലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചേച്ചി ഇപ്പൊ എവിടുന്ന എറണാകുളത്തുന്ന? അപ്പൊ എങ്ങനെ ഇവിടെ എത്തി? ആണോ? ഇഷ്ടപ്പെട്ട സ്ഥലം? അഭിപ്രായം പറയൂ ഈ സ്ഥലത്തെ കുറിച്ച്. എന്താണിത് താൻ താനേ നേടുന്നതെന്താണിത്? കണ്ണീരോ വെണ്ണീരോ പണ്ടറിഞ്ഞ കാലം കാണാമാനന്ദമാടും. താഴ്ചയിലെ പോസ്റ്റ് ഓഫീസാണ്. ഈ പോസ്റ്റ് ഓഫീസ് 1945 വന്നതാ കേട്ടോ. എന്നുവെച്ചാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 2 വർഷം മുന്നേ. ഇപ്പോഴും ആക്റ്റീവ് ആട്ടോ. ഇപ്പോഴും ഈ പോസ്റ്റ് ഓഫീസ് ആക്റ്റീവാണ്. നമ്മുടെ ഈ 2 ബിൽഡിങ്ങും 1941 എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുന്നേ ഉണ്ടാക്കിയ ബിൽഡിംഗ് ഈ 2 ബിൽഡിങ്ങും. ഇതിനകത്താണ് ജോസഫ് ഇപ്പോഴും ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. പുതിയ വൈഫ് മാത്രമേ. ഈ ബിൽഡിംഗ് ഇപ്പോൾ ഗ്യാരേജ് പോലെ കൊണ്ടുനടക്കുവാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇതാണ് ടീഷോള ഫാക്ടറി. ഇവിടെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനും പറ്റില്ല, പക്ഷെ നമ്മൾ കാണിച്ച് വേണ്ടി എടുത്തിയാണ് കേട്ടോ. അപ്പം നമ്മള് ജോസഫിൻ്റെ ചായക്കടയിൽ ചായയും കുടിച്ചു, ടൈഷോള ഫാക്ടറിയും കണ്ട് കിന്നക്കൽ വീട്ടിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അപ്പോൾ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാണൂ. ഇനി നമുക്ക് കിന്നക്കോരയ്ക്ക് ജസ്റ്റ് 3 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ. അപ്പൊ പോകുന്ന വഴിക്ക് വ്യൂ പോയിന്റ് നിർത്തിയാ ഒരു രക്ഷയില്ലാത്ത നിർത്തിയാൽ നിർത്തൂലായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് റോഡ്? ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ബൈസിനെ കണ്ടു. അവിടെ വെള്ളച്ചാട്ടം, അടിപൊളി റോഡ്, മസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് പറയാം അല്ലേ? ഡേഞ്ചർ വഴിയാണ് കേട്ടാ. ഇതുവഴിയൊക്കെ വരുന്നവര് സൂക്ഷിക്കണം. ഭയങ്കര ഡേഞ്ചർ. നീ വഴിയൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ വഴിന്റെ വീതി കണ്ടാ? ഒരു ബസ്സിന് പോകാനുള്ള വഴിയുള്ളൂ, പക്ഷെ ഇതിൽ ബസ് സർവീസ് ഇടയ്ക്കുണ്ടാവും. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മൾ പെട്ടും. നല്ല ഹെയർ പിൻസും കൂടി അവിടെ. നമ്മളിപ്പോ 34 ഹെയർ പിൻസ് കഴിഞ്ഞു വന്ന്. അതെ 34 ഹെയർ പിൻ ഇപ്പൊ കഴിഞ്ഞു. നമ്മള് അതിനു മുമ്പ് ഒരു 29 ഹെയർ പിൻ കേറിയിരുന്നു. നമ്മള് മൊത്തം കേറി കോടയിലോട്ട് പോവാൻ പോവാ. ഇനി കോടയിലേക്ക് നമ്മള് പോകുന്നത്. അതെ, അവിടുന്ന് കോടം ചൊപ്പാ. ഇനി നമ്മൾ കിന്നക്കോരക്കാണ് പോണേ. അറിയാലോ. അത് നോക്കടാ, അവിടെ ഒക്കെ കോട ചെയ്തറി. അവിടെ വിട്ടിടിക്ക്.
കോട കയറി വരുന്നുണ്ട്. ഇനിയും സമയം വൈകുന്നോറും കോട കയറുള്ളൂ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണി 5 മണി ഫീൽ ആവും. പക്ഷെ സമയം എന്നുള്ളത് വെറും 1:30 ആയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 1:35 കോട വരുന്നുണ്ടോ? ദിസ് ഈസ് കിന്നക്കോരൈ. വെറും 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അവിടെ നേരത്തെ കണ്ട കോട നോക്ക്, ഫുള്ള് കോടയായി നമ്മുടെ സ്ഥലത്തേക്ക്. പൊന്നു ബ്രോ, കോട കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടുന്ന് ഈ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റില്ല. ഇവിടെ അത്രയും നേരം ഒരു 10 മരം നിൽക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുക. നേരത്തെ എന്റെ വായിലോട്ടുണ്ട് പുക കയറിയായിരുന്നു. മിസ്റ്റ് വായിക്കാത്തോട്ട് കയറും. അങ്ങോട്ടൊക്കെ നോക്ക്, നമ്മൾ അവിടെയൊക്കെ നടന്നിട്ട് വന്നില്ല ഇപ്പൊ. അതായത് റോഡൊക്കെ നോക്ക്, ഫുള്ള് ചേഞ്ച് ആയി. ഒന്നും ഫുള്ള് ഇട്ട ഇവിടെ. അപ്പോൾ നമ്മൾ കിന്നക്കുര ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് ഈ ടൗണിലേക്ക് നമുക്ക് വരാം. ഈ ചെറിയൊരു ടൗണ് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതൊക്കെ റോഡിൻ്റെ 2 സൈഡ് മൊത്തം ഫുള്ള് കൊങ്ങിണി പൂക്കളാണ്. കിന്നക്കുര ഭാഗം മൊത്തം ഇങ്ങനെ തന്നെ. എന്ത് രസമല്ലേ കാണാൻ. നമ്മുടെ കൂടെ ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു പുള്ളി ഹൈദരാബാദിൽ നിന്ന് സോളോ അടിച്ച് വന്ന പുള്ളി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൈബ് ചങ്ങായി. ഈ കാണുന്നൊരു പ്രദേശമാണ് കിന്നക്കുരൻ്റെ എൻഡ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല, റോഡ് എൻഡാണ് ഇവിടെ. ഇവിടെ റോഡ് തീർന്നു കിന്നക്കുരൻ്റെ. ദിസ് ഈസ് ദ എൻഡ്. ഇപ്പോൾ നമ്മൾ കിന്നക്കുര വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇവിടെ കിന്നക്കുര വില്ലേജ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ മാത്രമേ ഉള്ളൂ. ഇവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരും പിന്നെ ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ റോഡ് എൻഡ് ചെയ്യാണ്. അവിടെയും ഇവിടെ താമസിക്കുന്ന കിന്നക്കുരത്തെ ഒരു 5-6 വീട്ടുകാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. എല്ലാവരും ഈ കിന്നക്കുര ടൗണിൽ വന്ന് ഇവിടെ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്, ചായ കുടിച്ച് പോവുക. മെയിൻലി ഈ റോഡ് എക്സ്പീരിയൻസ് ഇവിടെയാണ് വരുന്നത്. ഈ റോഡ് എക്സ്പീരിയൻസ് വെച്ചാൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മോശമായിരിക്കും. ബിക്കോസ് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് റോഡ്. കിന്നക്കുര എന്ന വില്ലേജിന് കിന്നക്കുര എന്ന പേര് വരാൻ കാരണം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചൈനീസ് ആയിട്ടുള്ള തേയില തൊഴിലാളികളെ ജയിലിലിടുമായിരുന്നു. അപ്പൊ ആ ജയിലുള്ള സ്ഥലമാണ് കിന്നക്കുര. അപ്പൊ ആ ജയിൽ ഇപ്പൊ നമുക്ക് കാണാനൊന്നും പറ്റില്ല, കാരണം അത് സർക്കാർ പിടിച്ചൊക്കെ വെച്ചേക്കുന്ന പ്രശ്നമാണ്. പോലീസ് കേസൊക്കെ ആണ് നമുക്ക് പോയി കണ്ടാല്. അപ്പോ ഈ വില്ലേജ് ഒരു അകപ്പെട്ടെടുക്കുന്ന വില്ലേജ് ആയതുകൊണ്ടാണ് ജയിലായിട്ട് പണ്ട് ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തത്. അപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട ടീഷോള ടീ ഫാക്ടറിയും ജോൺസേട്ടന്റെ ചായക്കടയൊക്കെ 1941 കിട്ടി തുടങ്ങിയതാണ്. അപ്പൊ ഇവിടേക്ക് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ, അത് ഇടയ്ക്ക് ബസ് മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമം വെച്ചാല് കൊച്ചു ഗ്രാമമാണ്, ബട്ട് അവിടേക്ക് വരുന്ന വഴി അമേസിങ്, ഒന്നും പറയാനില്ല. ഒരു മസ്റ്റ് എക്സ്പീരിയൻസ്, ലൈഫ് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യില്ലെങ്കിൽ ഒരു കാര്യമില്ല.
അച്ഛാ ഗൗതമേ, എങ്ങനെയുണ്ട് കിന്നക്കോരയുടെ? കിന്നക്കോര ഹിഡൻ ജം, നമ്മള് ഡെഫിനറ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലം. എടാ ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഇല്ല. സീരിയസ് ആയിട്ട് പറയാം. എന്താ വെച്ചാൽ ഒരു സാധാ മനുഷ്യൻ വരേണ്ട ഒരു സ്ഥലമാണ്. എത്ര കറങ്ങുന്നവനാണ് മറ്റവനാണ് മണാലി പോകുന്നവനാണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കാണാണ്ട് പോകുന്നത് മണ്ടന്മാരാണ്, അല്ലേ? അതെ അല്ലേ ഗൈസ്? അശ്വതിന്റെ അഭിപ്രായം? എൻ്റെ പറഞ്ഞാൽ കുറേ റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട് ഞാൻ. അതിൽ ഏറ്റവും ഒരു നമുക്ക് ആ കൊങ്ങിണീൻ്റെയും മഞ്ഞും എല്ലാം ഇതും നോക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ബൈക്കിൽ വരണം ഇവിടെ, അല്ലാണ്ട് കാറിൽ വന്നാൽ നമുക്ക് ഇത്ര കിട്ടുമോന്ന് അറിയില്ല. എങ്ങനെയുണ്ട് ട്രിപ്പ്? இந்த ஸ்தலம் வந்து ரொம்ப பிரமாதமான ஸ்தலம். இன்னும் குறை அப்படியே எல்லாரும் லைஃப்ல வந்து பார்க்க வேண்டிய ஸ்தலம் தான். அப்படியே இங்க இருக்க மனிதர்கள் எல்லாம் ரொம்ப ஸ்வீட் அண்ட் சாஃப்ட். கௌதமுக்கு தெரியும், அசந்துக்கு தெரியும். എല്ലാം തന്ന നല്ല സ്ഥലമാണ്. അപ്പോ കിന്നക്കര വ്ളോഗ് കൂടി തീരുവാണേ. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ഇതുപോലെ യുണീക്ക് പ്ലേസ് ആയിരിക്കും. ബൈ.